നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പിലേക്കെന്ന് സൂചന. ഷൈൻ ടോം ചാക്കോയും കുടുംബവും ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിയിൽ ക്ഷമാപണം നടത്തി. പരാതികൾ സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടതോടെയാണ് ഒത്തുതീർപ്പ് സാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നത്. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം വിൻസി ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. അതിനിടയിൽ ഈ പരാതി ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എന്താണ്? ഒരു ഭാഗത്ത് ലഹരി കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചനയിലുണ്ട്. അതിനിടയിൽ ഈ വിൻസിയുടെ പരാതി ഒത്തുതീർപ്പിലേക്ക് പോവുകയാണോ അഭിനന്ദ്? വിൻസി അലോഷ്യസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട താരസംഘടനകൾക്ക് നൽകിയ പരാതി ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് ഒരു അനുനയ നീക്കത്തിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ IC യോഗത്തിൽ ഇരുവരും പങ്കെടുത്തിരുന്നു. ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ഇരുവരുമായും ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി സംസാരിച്ചിരുന്നു. ഇതിനകത്ത് പ്രധാനമായും ഷൈന്റെ കുടുംബം ഷൈനൊപ്പം എത്തിയിരുന്നു. അമ്മയും അച്ഛനും സഹോദരനും ഒപ്പമാണ് ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഷൈൻ എത്തിയത്. അതിനകത്ത് പിതാവ്, മാതാവ് ഉൾപ്പെടെ ഉള്ള ആളുകൾ വിൻസിയോട് പറഞ്ഞു, ഇത് മാധ്യമങ്ങളാണ് ഇത്തരത്തിലേക്ക് ഊതിപ്പെരുപ്പിക്കുവാൻ ശ്രമിച്ചത്, ഒരു അനുനയ നീക്കത്തിലേക്ക് പൊയ്ക്കൂടെ എന്ന് വിൻസിയോട് ആവശ്യപ്പെട്ടതായി ഇപ്പോൾ സൂചനയുണ്ട്. ഇന്റേണൽ കമ്മിറ്റി യോഗത്തിനകത്ത് നിർമ്മാതാവ് ശ്രീകാന്ത് കണ്ഠർകുളയും പറഞ്ഞു. ഇന്നലെ ശ്രീകാന്ത് കണ്ഠർകുള വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അടക്കം ഷെയർ ചെയ്യാൻ പോലും ഷൈനും വിൻസിയും തയ്യാറായില്ല. സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നേരത്തെ നിർമ്മാതാവും വ്യക്തമാക്കിയിരുന്നു. നിർമ്മാതാവിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലേക്കൊരു ഒത്തുതീർപ്പ് സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും താരസംഘടനകളുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് തന്നെയാണ് അമ്മയും ഒപ്പം ഫിലിം ചേംബറും വ്യക്തമാക്കുന്നത്. പരാതി പിൻവലിച്ചാൽ അതോടുകൂടി പൂർണ്ണമായും ഇല്ലാകും. പരാതി അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് കടക്കാനായിരുന്നു താരസംഘടനകളുടെ തീരുമാനം. ഒത്തുതീർപ്പ് സാധ്യത മുന്നിൽ കണ്ട പശ്ചാത്തലത്തിൽ അത് തിരക്കിട്ട നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയതായി ഇപ്പോൾ സൂചനയുണ്ട്. ഇന്റേണൽ കമ്മിറ്റി യോഗം ഇന്നലെ മണിക്കൂറുകൾ നീണ്ടിരുന്നു. 3 മണിക്കൂറത്തെ ഇന്റേണൽ കമ്മിറ്റി യോഗം കൊച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്നിരുന്നു. രണ്ടുപേർക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇന്റേണൽ കമ്മിറ്റി കഴിയട്ടെ, രണ്ട് ഭാഗവും വിശദീകരിക്കുന്നത് കേൾക്കട്ടെ, അതിനുശേഷം ഷൈനെതിരായ നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നൊരു നിലപാടിലായിരുന്നു സിനിമാ സംഘടനകൾ ഉണ്ടായിരുന്നത്. ഫിലിം ചേംബറൊക്കെ അത് വ്യക്തമാക്കിയതുമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പരാതി ഒത്തുതീർപ്പിലേക്ക് പോവുകയാണെങ്കിൽ സിനിമാ സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറയുകയാണോ? അപ്പോഴും ലഹരിക്കേസുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നടപടികളും കാര്യങ്ങളും അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ട, ഇതിന്റെ പുരോഗതി എങ്ങനെ എന്ന് വിലയിരുത്തിയതിനു ശേഷം നടപടിയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആലോചിക്കാം എന്നാണോ സിനിമാ സംഘടനകളുടെ നിലപാട് അഭിനന്ദ്? സിനിമാ സംഘടനകളുടെ തീരുമാനം അങ്ങനെ തന്നെയാണ് റിജിത്ത്. കാര്യം സിനിമാ സംഘടനകൾ നേരിട്ട് ഒരു തിരക്കിട്ട നടപടി പോലീസുമായി ലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഷൈനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം പോകുന്ന പശ്ചാത്തലത്തിൽ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമായി തന്നെയാണ് സിനിമാ സംഘടനകളെല്ലാം കണ്ടത്. അമ്മയും ഫിലിം ചേംബറും അങ്ങനെ തന്നെയാണ് കണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ എത്രയും പെട്ടെന്ന് ഇന്റേണൽ കമ്മിറ്റി യോഗത്തിനോട് റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ അവർ വന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ താരസംഘടനകൾക്ക് നിലപാട് ഒരു ഒത്തുതീർപ്പ് സാധ്യതയിലേക്ക് പോവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് ഇപ്പോൾ താരസംഘടനകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ വിൻസിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കും. വിൻസി പരാതിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നിലപാടിലാണ് ഇപ്പോൾ ഫിലിം ചേംബറും അമ്മയും ഉള്ളത്. പക്ഷേ നിർമ്മാതാവ് ഇത്തരത്തിലേക്ക് ആവശ്യപ്പെടുന്നു, ഷൈന്റെ കുടുംബം ഇത്തരത്തിലേക്ക് ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിൻസിയുടെ നിലപാടാണ് ഇനി നിർണായകം. വിൻസിയുടെ നിലപാടിനനുസരിച്ച് ഇനി ഫിലിം ചേംബറും അമ്മയും ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ സംഘടനകൾ കടക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നമുക്ക് വ്യക്തമാകുന്നത്. റിജിത്ത്.